നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൽദായ സുറിയാനി സഭ മുൻ ആർച്ച് ബിഷപ്പ് മാർ അപ്രേം മെത്രോപൊലീത്ത കാലം ചെയ്തു. 85 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച. ഇന്നും നാളെയും മറ്റന്നാളും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തു. ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് അതീവ രഹസ്യമായി മൊഴിയെടുത്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ നാളെ പണിമുടക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. മേലൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ ലക്ഷങ്ങളുടെ നഷ്ടം. മേഖലയിൽ നശിച്ചത് ഏക്കർ കണക്കിന് കാർഷിക വിളകൾ. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ നവീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കെട്ടിടം പൊളിച്ചുമാറ്റാനുള്ള ടെൻഡർ ഉടൻ നൽകുമെന്നും മന്ത്രി. പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് LDF പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട BJP ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കാലാവസ്ഥ അനുകൂലമായതോടെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഉപരാഷ്ട്രപതി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത്. ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു. ബ്ലാങ്ങാട് സ്വദേശി ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായ തൊഴിലാളിയെ ഇനിയും കണ്ടെത്താനായില്ല. എറണാകുളം ജില്ലയിലെ തിരുത്തിപ്പുറം തിരുത്തൂർ സ്വദേശി കളത്തിപ്പറമ്പിൽ 62 വയസ്സുള്ള രാജുവിനെയാണ് അപകടത്തിൽ കാണാതായത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. തലയ്ക്കും കണ്ണിനും മറ്റും പരിക്കേറ്റ കടുവയ്ക്ക് മുതൽ ചികിത്സ തുടങ്ങി. പാവറട്ടിയിൽ നിന്നും കാഞ്ഞാണിയിലേക്കുള്ള പൊതുമരാമത്ത് റോഡിൽ അപകടക്കുഴികൾ യാത്രികർക്ക് ദുരിതമാകുന്നു. അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡ് വർഷങ്ങളായി ശോചനീയ അവസ്ഥയിലാണ്. പാടൂർ ഇടയിഞ്ചിറ റെഗുലേറ്റർ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് കേരള കർഷക സംഘം വെങ്കിടം വെസ്റ്റ് മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം KP ആലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം മങ്ങാട് നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുരിയിച്ചിറ യൂണിറ്റി റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ റാലി നടത്തി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം റാഫേൽ ടോണി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ റഹ്മാൻ വാടാനപ്പള്ളി സാഹിത്യ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. മതിലകം പുന്നക്ക ബസാറിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരത്തിന് അർഹമായ ഇതം പരിമിതം എന്ന നോവലിന്റെ രചയിതാവ് VG തമ്പിക്ക് കഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പുരസ്കാരം സമ്മാനിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 17ാം വാർഡിൽ BJP അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപ സമിതി അഴീക്കോട് പേ ബസാർ യൂണിറ്റിന്റെ 25ാമത് വാർഷിക പൊതുയോഗം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭ 28ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ ആലിപ്പിരി ക്ഷേത്ര മൈതാനത്ത് ചെണ്ടുമല്ലി കൃഷിയുടെ വിത്തിടൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ നടന്ന കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സമ്മേളനം സംസ്ഥാന ട്രഷറർ ബാദുഷാ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ AK ഹുസൈൻ അധ്യക്ഷത വഹിച്ചു.
ഓൾ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എരുമപ്പെട്ടി പഞ്ചായത്ത് യൂണിറ്റ് രൂപീകരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മൊയ്തുണ്ണി കോട്ടയിൽ അധ്യക്ഷനായി. വായനാ പക്ഷാചരണ സമാപനത്തിന്റെ ഭാഗമായി വല്ലപ്പാട് ബീച്ച് അത്താണി ശ്രീനാരായണ ലൈബ്രറിയുടെയും ശ്രീനാരായണ ക്ലബിന്റെയും നേതൃത്വത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷനായി. തെക്കുംകര പഞ്ചായത്ത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കായിക പരിശീലനം, നീന്തൽ പരിശീലനം സമാപിച്ചു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കൊടകര അഴകം യുവജന സംഘം വായനശാല കെ ദാമോദരൻ അനുസ്മരണവും കവിയരങ്ങും സംഘടിപ്പിച്ചു. അധ്യാപിക ബീന സതീഷ് ഉദ്ഘാടനം ചെയ്തു. ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും സ്കൗട്ട് ആൻഡ് ഗൈഡ്സും സംയുക്തമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ലഹരിവിരുദ്ധ റാലി, തുടി നൃത്താവിഷ്കാരം എന്നിവ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഇൻചാർജ് ടെസി ചെറിയാൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ SSLC USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി വിജയോത്സവം സംഘടിപ്പിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് 8ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിമല ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ഹൃദ്രോഗ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം KR ഔസേഫ്, വാർഡ് വികസന സമിതി അംഗങ്ങളായ ബെന്നി ഐപ്പംപറമ്പിൽ, ആശാ വർക്കർ സുജാത ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയിലെ വായനാ പക്ഷാചരണം സമാപിച്ചു. കേരള ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് സെക്രട്ടറി NS വിദ്യാധരൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ഇൻസ്റ്റലേഷൻ സെറിമണിക്ക് ഡിസ്ട്രിക്ട് ഫസ്റ്റ് ഗവർണർ സുരേഷ് വാര്യർ നേതൃത്വം നൽകി. മുരിക്കുങ്ങൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കണമെന്ന ആഗ്രഹം 40 വർഷത്തിനു ശേഷം പൂവണിയുന്നു. മുരിക്കുങ്ങൽ പ്രദേശത്തെ സാമൂഹിക സേവന തൽപരരായ ഏതാനും പേർ മുൻകൈയെടുത്താണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ക്ലബ് രൂപീകരിച്ച് സ്ഥലം വാങ്ങിയത്. അടാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഇന്നർവീൽ ക്ലബ് വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും നടത്തി. പെരുമ്പിലാവിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് മിനി മോൻസി അധ്യക്ഷത വഹിച്ചു. ബാലസംഘം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ സൂംബ ഡാൻസ് അവതരിപ്പിച്ചു. ബാലസംഘം ജില്ലാ കൺവീനർ S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുടെ തകർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി DMO ഓഫീസ് മാർച്ച് നടത്തി. പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് DMO ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. കലൂർ മാവിൻചുവടിൽ ഓട്ടുകമ്പനിയുടെ 120 അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു. ഒഴിവായത് വൻ ദുരന്തം. ലക്ഷ്മി ദേവി ടൈൽ വർക്ക്സ് എന്ന സ്ഥാപനത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. CPI തൃശൂർ ജില്ലാ സമ്മേളനം ഈ മാസം 10 മുതൽ 13 വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കും. വ്യാഴാഴ്ച റെഡ് വളണ്ടിയർ മാർച്ച്, പൊതുസമ്മേളനം എന്നിവ നടക്കും. 11 മുതൽ 13 വരെയുള്ള തീയതികളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. മായന്നൂർ പാലത്തിലെ തെരുവു വിളക്കുകൾ കത്താത്തതിൽ നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. തെരുവു നായ്ക്കളുടെ ആക്രമണമടക്കം പൊതുജനങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴും ഭരണസമിതി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയരാജൻ. ലോകത്തിന് അഭിമാനമായിരുന്ന കേരളത്തിന്റെ ആരോഗ്യമേഖലയെ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു. പാവറട്ടിയിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, LDF ഭരണസമിതിയുടെ ദുർഭരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
വികസന മുരടിപ്പിനും ദുർഭരണത്തിനും ജനപ്രതിനിധികളോടുള്ള അവഗണനയ്ക്കുമെതിരെ കോൺഗ്രസ് വെങ്കിടങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി സ്റ്റീഫൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ രാമവർമ്മപുരം സർക്കാർ വയോജന മന്ദിരത്തിലെ അന്തേവാസികൾ വിവാഹിതരായി. കൊടപ്പുള്ളി വീട്ടിൽ വിജയരാഘവൻ, മുഗൾക്കുടം വീട്ടിൽ സുലോചന എന്നിവരാണ് വിവാഹിതരായത്. വരയുടെ ലോകത്ത് ശ്രദ്ധ നേടി 13കാരൻ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവരാട്ട് മനീഷ് തൃശൂരിൽ നടത്തിയ ചിത്ര പ്രദർശനം കാണാൻ നിരവധി പേരെത്തി. എളവള്ളി പഞ്ചായത്തിലെ കുടുംബശ്രീ വാർഷികാഘോഷം കേരള വനിതാ കമ്മീഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷത വഹിച്ചു. കവല ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിൽ വനമഹോത്സവം സംഘടിപ്പിച്ചു. കവല ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് ഷെരീഫ്, വനപാലകൻ മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ സുവർണ ജൂബിലി വർഷ മെറിറ്റ് ഡേ സമ്മേളനം നടന്നു. കേന്ദ്ര വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷീബ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വെങ്കിടങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് PMSA പൂക്കോയ തങ്ങളുടെ അനുസ്മരണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ASM അസഗർ അലി തങ്ങൾ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരിയിൽ 4 തലമുറയുടെ ആയുർവേദ പൈതൃകത്തിലെ പാരമ്പര്യ വൈദ്യൻ CV മണികണ്ഠനെ ചാലിശ്ശേരി GCC ക്ലബ് ആദരിച്ചു. ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സമാദരണ ചടങ്ങ് നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. SNDP ഇരുമ്പ്രനെല്ലൂർ ശാഖയുടെ വാർഷിക യോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. വെങ്കിടങ് നടന്ന യോഗം ഗുരുവായൂർ യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. DYFI പഴവൂർ വടക്ക് തെക്ക് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. VSS വായനശാലയിൽ നടന്ന പരിപാടി CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ KD ബാഹുലേയൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഹെൽത്ത് കെയർ ക്ലബ് പ്രസിഡന്റായി P മുരളീധരനെയും സെക്രട്ടറിയായി KM ഷാജിയെയും തിരഞ്ഞെടുത്തു. ഗുരുവായൂർ തിരുനാവായ റെയിൽപാത നടപ്പാക്കണമെന്ന വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. R ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.